ട്രാവൽ ടാങ്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ക്ലീറ്റസ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലുള്ള അഹാലിയ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. ഇവിടെ കുറേ തരം പെയിൻറ്റിങ്സ്, മ്യൂറൽസിൻ്റെ മ്യൂസിയം, പെയിൻറ്റിങ്ങിൻ്റെ മ്യൂസിയം, ടെറക്കോട്ട മ്യൂസിയം, അങ്ങനെ കുറേ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിന്നിലായിട്ട് കാണാം. അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോടിനും വാളയാറിനും ഇടയിൽ ദേശീയപാത 544 വേലന്താളം റൂട്ടിലാണ് പ്രകൃതിരമണീയമായ ഈ ഹെറിറ്റേജ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരം. ടിക്കറ്റ് എടുത്ത് അകത്ത് കിടന്നാൽ ആദ്യം നമ്മളെത്തുന്നത് മാസ്ക് മ്യൂസിയത്തിലാണ്. ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ വിനോദ ഉപാധികൾക്കും അതുപോലെ മതപരമായ ചടങ്ങുകൾക്കുമൊക്കെയായി മാസ്ക് ഉപയോഗിച്ചിരുന്നതായി പറയുന്നു. പല വർണ്ണത്തിലും രൂപത്തിലുമുള്ള നിരവധി മാസ്കുകളിലൂടെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. മാസ്കിൻ്റെ ഭാഗം കഴിഞ്ഞാൽ കുറച്ച് പെയിൻറ്റിങ്ങുകൾ ഇവിടെ ഉണ്ട്. ഇതിവിടുത്തെ സോനിയറുകളാണ്. ഇതൊക്കെ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. എംടിക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട് ആർട്ടിസ്റ്റ് മദനൻ വരച്ച ഒരു ചിത്രം ഇവിടെ കാണാം. ഞങ്ങളെത്തുമ്പോൾ ഇവിടെ ഇത് ആർട്ടിസ്റ്റ് ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മുഴുവനായിട്ടില്ല. വേറെയും കുറച്ച് നല്ല നല്ല പെയിൻറ്റിങ്സ് ഇവിടെ കാണാവുന്നതാണ്. പണ്ടത്തെ വിളക്കുകൾ, അതുപോലെ ടോർച്ച്, ടൈം പീസ്, ടെലിഫോൺ, ഗ്രാമഫോൺ, ടേപ്പ് റെക്കോർഡർ, റെക്കോർഡ് പ്ലെയർ, ഇതൊക്കെ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇത് അടുക്കള ഉപകരണങ്ങൾ, അതുപോലെ ഓട്ടുപാത്രങ്ങൾ, കയ്യിൽ വിളക്കുകൾ, കിണ്ടി, പറ,
തുടങ്ങി ഒരുപാട് പഴയ കാലത്തെ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത സെക്ഷൻ വാദ്യോപകരണങ്ങളുടെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഗീതോപകരണങ്ങളുടെ ഒരു ശേഖരമാണ് ഇവിടെ ഉള്ളത്. ഇന്ന് ലോകം മുഴുവൻ കാണുന്ന സ്വാഭാവിക വാദ്യങ്ങളെ ഭാരതീയ രീതി അനുസരിച്ച് 4 തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതായത് കമ്പി മീട്ടി ശബ്ദമുണ്ടാക്കുന്നവ, കുറ്റിയിലോ കുടത്തിൻ്റെ വായിലോ തോലൊട്ടിച്ച് കൊട്ടി ശബ്ദമുണ്ടാക്കുന്നവ, ലോഹത്തട്ടുകൾ പരസ്പരം തട്ടി ശബ്ദമുണ്ടാക്കുന്നവ, ദ്വാരങ്ങളിലൂടെ കാറ്റ് കടത്തിവിട്ട് ശബ്ദമുണ്ടാക്കുന്നവ, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ പ്രദർശന വസ്തുവിനും ഒരു നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുതുതലമുറയ്ക്ക് പഴയകാല സംഗീതോപകരണങ്ങളൊക്കെ കാണാവുന്നതാണ്. ഇവിടെ ഒരു കുളവും അതുപോലെ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക.